ഹായ്, വെൽക്കം ടു ലവ്ലി ടീൻസ്. ലവ്ലി ടീൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് കാശിമോളുടെയും കല്ലുമോളുടെയും കഥ. അതായത് തമ്പനയിൽ നിങ്ങൾ കണ്ട എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. ഈ പ്രഗ്നൻസി സ്റ്റോറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ എൻ്റെ കല്യാണത്തിനെ കുറിച്ച് പറയാം കേട്ടോ. കല്യാണം എന്ന് പറയുമ്പോൾ അവിടെ നടന്നത് 2020 ഓഗസ്റ്റ് 17 അത് നമ്മുടെ കൊറോണയുടെ ടൈം. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, കൊറോണ ടൈം ആയതുകൊണ്ട് മാരേജ് വളരെ ചുരുക്കി നടത്തി. നമുക്ക് ലാഭമായിരുന്നു. വളരെ ചെറിയൊരു കല്യാണം അങ്ങനെ കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടാളിനും ലേറ്റ് മാരേജ് ആയിരുന്നു. അങ്ങനെ ലേറ്റ് മാരേജ് ഒക്കെ കഴിഞ്ഞു. ലേറ്റ് മാരേജ് ആയിരുന്നു. ലേറ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ പൊതുവെ ആൾക്കാർ പിറ്റേ ദിവസം തൊട്ട് ചോദിച്ചു തുടങ്ങും, എന്തേ ആയില്ലേ. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങി, ടെസ്റ്റ് ചെയ്യൂ, നോക്കൂ, ഡോക്ടറെ കാണിക്കൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. കാരണം എൻ്റെ മൂത്ത ചേച്ചിമാർക്ക് രണ്ടാൾക്കും പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി ആയതാണ്. ഞാൻ മാത്രം ഇത് ഡിലേ വന്നു. അപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്നു. പിന്നെ ലേറ്റ് മാരേജ് ആയതുകൊണ്ട് പറയണ്ടല്ലോ, എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഏത് ഡോക്ടറെ കാണണമെന്നായി. അങ്ങനെ കാണാനായിട്ട് ഞങ്ങൾ നോക്കിയത് എൻ്റെ ചേച്ചിമാരെ കാണിച്ച ഡോക്ടറെ തന്നെ അവർ സജസ്റ്റ് ചെയ്തു, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഡോക്ടർ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ ഡോക്ടർ ഇത്തിരി പ്രായമായതാണ്, നന്നായി ചീത്ത പറയും. അപ്പോൾ അന്നാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും വിശ്വാസമുള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. കൊറോണ ടൈം ആയതുകൊണ്ട് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ പുറത്തിരുത്തും, വൈഫ് മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. കാരണം ഒരാൾ വന്നാൽ മതി, കൊറോണയാണെന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഡോക്ടറെ പേടിയായതുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും കൈയും കാലും മറയ്ക്കും. അപ്പോൾ ചേട്ടനെ എപ്പോഴും എൻ്റെ കയ്യിൽ ഫോണിൽ നിന്നിട്ട് റെക്കോർഡിങ് ഓണാക്കി വിടും. അല്ലെങ്കിൽ അവിടെ പറഞ്ഞതിൽ പകുതി ഞാൻ ചേട്ടനോട് പറയില്ല. പേടിച്ചിട്ട് എനിക്ക് പകുതി പറയുന്നത് മനസ്സിലാവില്ല. ഫസ്റ്റത്തെ പ്രാവശ്യം മാത്രം ചേട്ടനും കൂടി കയറ്റി എന്നിട്ട് ഒരു ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നു. എൻ്റെ ടെസ്റ്റും ചേട്ടൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ചേട്ടൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എനിക്ക് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് PCOD ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യൂട്രസിന് ചെറിയ വലിപ്പക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ആ ടെക്നിക്കൽ ഇതിലൊക്കെ പറഞ്ഞു കേട്ടോ. അത് വ്യത്യാസം വരും ഓരോരുത്തരും, പീരീഡ്സിനനുസരിച്ചിട്ട് ഡേറ്റിനനുസരിച്ച് ഇങ്ങനെ മാറി വരുന്നൊക്കെയാണ്. അപ്പോൾ അതൊന്നും എനിക്ക് അന്ന് ആ ഡോക്ടറൊന്നും പറഞ്ഞു തന്നില്ല. അന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പേടിച്ച്, കാരണം അയ്യോ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, PCOD ആണ്. അപ്പോൾ തുടങ്ങി നമ്മുടെ PCODയുമായി ബന്ധപ്പെട്ട സകല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടോ. അങ്ങനെ കണ്ട് ഓരോ ദിവസം ഓരോന്ന് കാണും, ഓരോ ദിവസം ഓരോ ടെൻഷൻ. എന്നിട്ട് ചേട്ടനോട് പറയും, എനിക്ക് അറിയില്ല, കുറേ ദിവസം എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ ഞാൻ അവിടെ നിന്ന് നോട്ടെടുക്കും. PCODക്കാർ എക്സസൈസ് ചെയ്യണം, ഓരോ വീഡിയോ കാണുന്നു പറയുന്നത്. അത് പൊതുവെ ആണല്ലോ, നമുക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കുറേ വീഡിയോ നമ്മൾ കാണും. അത് നല്ലത് മനസ്സിലാക്കൂല, ആവശ്യമില്ലാതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. അത് എല്ലാവരും പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഞാനും കണ്ടു കുറേ. അപ്പോൾ അവസാനം ദേഷ്യം വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ഞാൻ നിൻ്റെ നെറ്റ് ഞാൻ റീചാർജ് ചെയ്ത് തരില്ല, അല്ലെങ്കിൽ ഫോൺ മേടിച്ച് വയ്ക്കും, ഈ വക ഇതിങ്ങനെ പറയുകയാണെങ്കിൽ. അങ്ങനെ അത് കഴിഞ്ഞു. PCOD ഇതായിട്ട് 2-3 മാസം 2 മാസം തോന്നുന്നുണ്ട് ഞാൻ ആ ഡോക്ടർ മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴിച്ചു. അടുത്ത മാസം ചെന്ന് അങ്ങനെ 2 മാസം കഴിഞ്ഞ് പിന്നെ ചെല്ലുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ മരുന്ന് തരും, ഞങ്ങൾ ഇങ്ങോട്ട് പോരും. കൊറോണയായി. പിന്നുള്ള മാസങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കൊറോണ കൂടി പിടിച്ചപ്പോൾ പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൊറോണയുടെ ടെസ്റ്റും കൂടി വന്നു. അപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വന്നവരും ഡോക്ടറെ കാണാൻ വന്ന പേഷ്യൻസും ഒക്കെ ഒരുമിച്ചിരിക്കും. അപ്പോൾ നമുക്കറിയില്ല കൊറോണ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഞങ്ങോട്ട് പോകണം, കൊറോണക്ക് മാറിയിട്ട് പോയാൽ മതി. ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനമെടുത്ത് പോകണ്ട. അങ്ങനെ പോയില്ല. അങ്ങനെ പോകാണ്ടിരുന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ആ ഡോക്ടർ അമ്പരപ്പ ചീത്തോടെ ചീത്ത. അവസാനം ഞാൻ ഡോക്ടറെ അടുത്ത് കണ്ണീരോട് കൂടി ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ചേട്ടൻ മെഡിസിനൊന്നും മേടിച്ചില്ല. ഞാൻ നേരെ വന്ന് ചേട്ടനോട്, നമുക്കൊന്നും വേണ്ട ചേട്ടാ, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോകുന്നു. അപ്പോൾ അതോടുകൂടി ഹോസ്പിറ്റൽ വൈസ് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു കുട്ടി പറഞ്ഞു വേറൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞു. അതും ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറും ഈ പറഞ്ഞ പോലെ പ്രായമായിട്ടുണ്ട്, മരുന്ന് എഴുതുന്നു, വെട്ടുന്നു, വീണ്ടും എഴുതുന്നു, വെട്ടുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ചേട്ടന് ഇഷ്ടമായില്ല. അപ്പോൾ അത് അവിടെ വെച്ച് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അതും വേണമെന്ന് വെച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് കാണുന്നവരോട്, നിങ്ങളിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും നമ്മളെ കൂടി കെയർ ചെയ്യുന്ന ഡോക്ടറാണ്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഡോക്ടറാണ്, അങ്ങനെയുള്ളടത്ത് പോയാൽ മതി. കാരണം മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഓടി ചെന്ന് പേടിച്ചറിഞ്ഞ് എൻ്റെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്കൊന്നും ഏൽക്കാനും പോകണില്ല. നമുക്കൊരു സ്വയം ഒരു കോൺഫിഡൻസ് വരണം, ഒരു വിശ്വാസം വരണം അവരുടെ അടുത്ത്. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ നമ്മുടെ ഈ PCOD യൂട്രസിൻ്റെ വലിപ്പം കുറവെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചേട്ടനെ പിരിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്മയാവാൻ പറ്റില്ല. ചേട്ടൻ സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പറ്റില്ല, ചേട്ടൻ വേറെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ പിഴിച്ചിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി.
അത് കഴിഞ്ഞ് ചേട്ടൻ പറയും നീ ഒന്നും മിണ്ടാണ്ടിരുന്നു എപ്പോഴും ചേട്ടനാട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തപ്പോഴും വേറെ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞാലും അതൊന്നും ഒരു അവസാന വാക്കൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു നീ ഇങ്ങനെ ജോലിക്ക് എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ കടങ്ങളും ബാധ്യതകളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. കാരണം ഞങ്ങൾ 3 പെൺമക്കളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബാധ്യത 2 ചേച്ചിമാരുടെ കല്യാണം എൻ്റെ കല്യാണം എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ ജോലി നിർത്താണ്ട് ഇങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ജോലി നിർത്ത് 2 നേരം വണ്ടിയും കൂടെ യാത്രയൊക്കെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നിർത്താമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ വീണ്ടും പോയി കണ്ടു. കൊടുങ്ങല്ലൂർ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഡോക്ടറെ അടുത്ത് പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നു വിട്ടു. പിന്നത്തെ പ്രാവശ്യം ചെന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഞാൻ ജോലി നിർത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നീ നിർത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ. വയസ്സായെങ്കിലും ഒരു അമ്മ നമുക്ക് നൽകുന്ന ഒരു കെയറിങ് ഉണ്ടായില്ലേ അതുപോലെ സ്നേഹത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഭയങ്കര ഡീറ്റെയിലൊക്കെ പറഞ്ഞു തന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നീ ഇങ്ങനെ നിർത്തണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ ചേട്ടനോട് പറഞ്ഞു നിനക്ക് പ്രശ്നങ്ങളില്ലടാ. അപ്പോൾ രണ്ടാളും നല്ല ഇതിൽ മുന്നോട്ട് അടുത്ത മാസം നല്ല റിസൾട്ടായിട്ട് നീ നല്ല റിസൾട്ടുമായിട്ട് വായു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞങ്ങളെ വിട്ടു. അങ്ങനെ വിട്ടു റിസൾട്ടുമായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോകുന്നു ജോലിക്കൊന്നും പോകുന്നില്ല. അങ്ങനെ വീട്ടിലിരിപ്പായി. അങ്ങനെ കറക്റ്റ് പീരീഡ്സ് കഴിഞ്ഞ് കറക്റ്റ് 28ാമത്തെ ദിവസം കറക്റ്റ് പീരീഡ്സിൻ്റെ ഡേറ്റ് ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്തു ടെസ്റ്റ് ചെയ്തു. അതിന് കാരണമുണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ആരില്ലാത്ത തന്നെ മാസം എൻ്റെ വീട് പോയി വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ അതിന് പോകണമായിരുന്നു. അപ്പോൾ ചേട്ടന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വിജയിക്കും നമുക്ക് എന്തായാലും ചേട്ടൻ നല്ല പ്രതീക്ഷയായിരുന്നു. അങ്ങനെ അത് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി ചേട്ടൻ്റെ ഒരു വാശി. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അന്ന് മേടിച്ചു ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് കാണും. അപ്പോൾ എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. സാധാരണ എല്ലാ മാസവും ഇത് മേടിക്കാറുണ്ട്. ഒരു വട്ടമൊന്നുമില്ല ചിലപ്പോൾ 2 വട്ടമൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. 10 ദിവസം കഴിയുമ്പോൾ മേടിക്കും 12 ദിവസം കഴിയുമ്പോൾ മേടിക്കും അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട്. കാരണം എനിക്ക് PCOD ഉള്ള കാരണം നോർമലി എനിക്ക് 10 days എപ്പോഴും ഡിലേ വരും. അപ്പം ഞാൻ ചെക്ക് ചെയ്യേണ്ട ചേട്ടാന്ന് പറയാമല്ലോ ചേട്ടന് പറയാം നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞ് എപ്പോഴും മേടിക്കും. അത് കഴിഞ്ഞ് 12 ദിവസമൊക്കെ ഞാൻ പറയും ഒരു 12 ദിവസം കഴിയുമ്പോൾ അങ്ങനെ എല്ലാ മാസവും മേടിക്കുന്ന കാരണം എനിക്ക് അന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. വെറുതെ ആവും എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ അന്ന് ഡോക്ടർ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് വിട്ടപ്പോൾ കുറച്ച് ഫോളിക് ആസിഡിൻ്റെ ഗുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു വിട്ടു. അപ്പോൾ ഞാനത് കഴിക്കും. ചേട്ടൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കഴിച്ചു. ഇന്ന് അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അന്ന് തന്നെ പോയിട്ടോ. എല്ലാവരും വിളിച്ച് പറഞ്ഞ് അങ്ങനെ അന്ന് തന്നെ പോയി ഡോക്ടർ അപ്പോൾ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക നല്ല റിസൾട്ടായിട്ട് വരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വന്നല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഡോക്ടർ പറഞ്ഞു കുറച്ച് ഫോളിക് ആസിഡിൻ്റെ അങ്ങനത്തെ ഗുളികളൊക്കെ തന്നു. അത് കഴിഞ്ഞ് സ്കാനിങ്ങിൻ്റെ ഒക്കെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് പൊക്കോളൂട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ഞങ്ങൾ വിട്ടു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയും. കാരണം ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് വല്ലാണ്ട് ലെങ്ത്തിൽ അങ്ങോട്ട് വീഡിയോ പോയി കഴിഞ്ഞാൽ ആരും കാണില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നീട്ടുന്നില്ല അവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയുടെ അടുത്ത പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.